ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മുടെ ഏറ്റവും പുതിയ മാരുതിയുടെ ഡിസയർ ആണ്. അപ്പം 2024 ഫോർത്ത് ജെൻ മോഡലാണിത്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത ആ ഒരു പ്രീ ലോഞ്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുമെന്ന്. അപ്പം ഇത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. സോ ഡിസയറിനെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിസയറിനെ പറ്റി പറയുകയാണെങ്കിൽ 2008 മുതൽ 2024 ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ ഒരു കോമ്പാക്ട് SUV എന്ന നിലയ്ക്ക് ഇന്ത്യൻ ജനതയുടെ ഇടയ്ക്ക് തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് മാരുതി സുസുക്കി ഡിസയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ 27 ലക്ഷത്തിലധികം യൂണിറ്റ്സ് കമ്പനി വിറ്റഴിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസയറിൻ്റെ തന്നെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ എങ്കിലും 27 ലക്ഷം യൂണിറ്റുകളും വിറ്റഴിച്ചത് സ്വിഫ്റ്റ് ഡിസയർ എന്ന ഒരു പേരിലും സ്വിഫ്റ്റായിട്ട് ഏകദേശം സാമ്യമുള്ള ആ ഒരു ഡിസൈനിലുമായിരുന്നു. പക്ഷേ ഇനി മുതൽ ഡിസയർ വെറും ഡിസയറാണ്, ഒറ്റയ്ക്കാണ്. ഇനിഷ്യലായിട്ടുള്ള സ്വിഫ്റ്റൊന്നുമില്ല. പക്ക മാരുതി ഡിസയറിനെയും സ്വിഫ്റ്റിനെയും വേർപെടുത്തി ഡൈവോഴ്സ് ചെയ്തു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഡിസൈനിലും സ്വിഫ്റ്റായിട്ട് യാതൊരു സാദൃശ്യമില്ലാത്ത ഡിസൈനാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ അധികം ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ദ നെയിം ഈസ് മാത്യു സെബാസ്റ്റ്യൻ. വെൽക്കം ബാക്ക് ടു ഹൈടെക് പ്ലാനറ്റ്. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഹെഡ് ലാംപ്സ് നോക്കണം. ഹെഡ് ലാംപ്സ് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ലൈൻ്റെ ഹെഡ് ലാംപ്സാണ് കമ്പനി ഈ ഹെഡ് ലാംപ്സിനെ വിശേഷിപ്പിക്കുന്നത്. പ്രൊജക്റ്റഡ് ആണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് DRLs കാണാൻ സാധിക്കും. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ താഴെ കാണാൻ സാധിക്കും. കുറച്ചുകൂടെ വെറൈറ്റി ഡിസൈനാണ് ഹെഡ് ലാംപ്സിൽ ഈ കമ്പനി പിടിച്ചിരിക്കുന്നത്. സോ അത് ആ ഒരു DRL കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. പകരം അവിടെ ഒരു ക്രോം സിംഗിൾ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു എലമെൻറ്റും അതിൽ കാണാൻ സാധിക്കും. അത് ഇതിനെ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീല് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബമ്പേഴ്സ് നോക്കാം. ബമ്പർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഓപ്പൺ, അതായത് നല്ലൊരു വലിയ ബമ്പറാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഹോണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളിലിരിക്കുന്നത് കാണാവുന്ന രീതിയിലാണ് അവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ആ ഒരു ലിപ്പ് പോർഷനും കുറച്ചുകൂടെ പുതിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേതിനേക്കാളും ആ ഒരു വ്യത്യാസം വന്നിട്ടുള്ള ഒരു രീതിയിലാണ് കമ്പനി ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് റൂഫ് നോക്കാം. റൂഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സൺറൂഫ് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആനിമേഷനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ബ്രസയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇലക്ട്രിക് സൺറൂഫാണ് ഇതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര വലിയ ഒരു പനോറമിക് സൺറൂഫ് പോലെ ഒന്നല്ല, ചെറുതാണ്. നിങ്ങൾ ബ്രസ കണ്ടിട്ടുള്ളവർക്ക് അറിയാലോ. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റീന വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റീന അതായത് കുറച്ചുകൂടെ പുതിയ ഒരു പ്രീമിയം ഫീല് കൊടുക്കുന്നുണ്ട്. സോ ഇനി സൈഡ് നോക്കാം. സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ടയേഴ്സാണ് കാണാവുന്നത്. അപ്പോൾ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അതായത് അലോയ് വീൽസ് എന്ന് പറയുന്നത് പ്രൊസഷൻ കട്ട് അലോയ് വീൽസ് ആണ് ഈ വണ്ടിയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ഒരു ഡിസൈനാണ് അലോയ് വീൽസിലും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കും ബാക്ക് ബ്രേക്ക് ഡ്രമ്മുമാണ് വരുന്നത്. ഇനി നമുക്ക് ORVM കാണാം. ORVM ബോഡി കളേർഡ് ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ക്യാമറ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാറൊക്കെ ബോഡി കളേർഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഗ്ലാസിൻ്റെ താഴെയായിട്ട് ഒരു ക്രോം ലൈനും അതിലെ പോകുന്നത് കാണാം. പിന്നെ റൂഫ് റെയിലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് നേരെ ബാക്കിലോട്ട് നോക്കാം. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് പോർഷൻ നോക്കുമ്പോൾ അവിടെ ഡീഫോഗർ കൊടുത്തിട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴോട്ട് വരുവാണെങ്കിൽ ടെയിൽ ലാമ്പും അവിടെ വരുന്നുണ്ട്, ലൈൻ പോലത്തെ. അത് പണ്ടത്തേലും ഉള്ളതാണ്. പിന്നെ ഡിക്കിയുടെ അവിടെയായിട്ട് ഒരു മിനി സ്പോയിലർ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പോയിലർ ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്, ഇൻബിൽറ്റ് വരുന്നതാണ്. അതിൻ്റെ താഴെയായിട്ടൊരു ക്രോം ലൈൻ കാണാം. ഇതിന് മുമ്പുണ്ടായിരുന്ന ഡിസയറിലും ഉണ്ടായിരുന്നതാണ്. സോ ഒരു ഡിക്കി പോർഷനൊക്കെ കാണുമ്പോൾ ഏകദേശം ഏതോ ഒരു വണ്ടിയുടെ സാമ്യം പോലെ എനിക്ക് തോന്നുന്നുണ്ട്, മാരുതിയിൽ തന്നെ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നു, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം, ഡിസയറിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ 2 സൈഡിലായിട്ട് ടെയിൽ ലാംപ്സ് കാണാം. അതൊരു ഡിസൈനിലാണ് ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത്, LED. പിന്നെ റിവേഴ്സ് ലൈറ്റ്, അതിൻ്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്റർ, ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡിക്കി നോക്കുകയാണെങ്കിൽ 382 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഡിക്കിയാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഓവറോൾ എക്സ്റ്റീരിയർ കാഴ്ചകൾ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി, കാരണം അത്ര കിടിലൻ ഡിസൈൻസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതിന് നമുക്ക് ഇൻറ്റീരിയർ നോക്കാം.
ഇനി ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് നോക്കുകയാണെങ്കിൽ എവിടേക്കോ നമ്മുടെ സ്വിഫ്റ്റ് മാഞ്ഞ് മറയുന്നുണ്ടെങ്കിലും എവിടേക്കോ നമ്മുടെ ഡിസയറിൻ്റേതായ ആ ഒരു രീതി ഈ വണ്ടിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം മൊത്തത്തിലൊരു ക്രീം ആൻഡ് ഒരു വൈറ്റ് മിക്സാണ് ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ബ്ലാക്കൊക്കെ ആയിട്ടുള്ളൂ. ആ ഒരു ഡാഷും കാര്യങ്ങളൊക്കെ ഇച്ചിരി ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. സോ ഇനി നോക്കുകയാണെങ്കിൽ ഓട്ടോ മോഡൊന്നും നമ്മുടെ റിയർ വ്യൂ മിററിൽ കൊടുത്തിട്ടില്ല. നോർമൽ റിയർ വ്യൂ മിററാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൂഫ് ലാംപ്സും കാണാൻ സാധിക്കും. അത് ആ ഒരു പഴയ ഡിസയറിലെ പോലെ തന്നെയാണ് റൂഫ് ലാംപ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 360 ഡിഗ്രി ക്യാമറ അടക്കം വരുന്ന ഒരു സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. നമുക്കതിൻ്റെ ക്യാമറ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു എവിടെയൊക്കെയാണ് അതിൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറയുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ ഒരു ആനിമേഷനിലൂടെ എവിടെയൊക്കെയാണ് ക്യാമറ. പിന്നെ ഈ വണ്ടിയിൽ സുസുക്കി കണക്റ്റും വരുന്ന ഒരു കാറാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ, അതായത് ZXi മോഡലിൽ നമുക്ക് സുസുക്കി കണക്റ്റും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ പുതിയതായിട്ട് വന്ന വേറൊരു ഫീച്ചർ, ഇതിൽ വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അത് നോർമൽ നമുക്കറിയാലോ, ആ ഒരു നോർമൽ സാധനം തന്നെയാണ് ഈ വണ്ടിയിലും വരുന്നത്. പിന്നെ ഇനി സ്റ്റിയറിങ് നമുക്ക് കാണാം. അത് നോർമൽ സ്റ്റിയറിങ് ആണ്. അതായത് നോർമൽ ഞാൻ ഉദ്ദേശിച്ചത് ഡിസൈൻ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നോർമൽ ആ ഒരു റൗണ്ട് സ്റ്റിയറിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. സെൻറ്ററിൽ ആ റൗണ്ട് വരുന്ന ആ ഒരു സ്റ്റിയറിങ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. സൺറൂഫ് ഫുള്ളിൽ നിന്ന് കണ്ടു. പിന്നെ ഓട്ടോ AC, റിയർ AC വെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഒരു വൈറ്റ് മിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയറിലോട്ട് പോയി നോക്കാം. റിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടുത്തെ സ്പേസും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷേ മുകളിൽ നമുക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം, രണ്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. പിന്നെ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. എല്ലാം ഒരു വൈറ്റ് ആംബിയൻ ഫീലാണ്, ഒരു വൈറ്റ് കളറാണ്. ഉള്ളിൽ മുഴുവൻ ഒരു ലക്ഷൂറിയസ് ഫീൽ വരുന്ന ഒരു വൈറ്റ് ടോണാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ. ഇനി നമുക്ക് അധികം സമയം കളയാതെ ഈ വണ്ടിയുടെ കളേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു കോഫി ഷെയ്ഡാണ് ഈ കളറ് വരുന്നത്. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത ഒരു മെറൂൺ കളറ്. ഇനി ഇത് പക്ക പേൾ വൈറ്റ്. അതുപോലെ ഇതൊരു ഗ്രേ മിക്സ് കളറാണ്, ഗ്രേ ബ്ലാക്ക് മിക്സ് കളർ. പിന്നെ ഇതൊരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്ന ഒരു ടൈപ്പ് കളർ. ഇത് പക്ക ഗ്രേ. ഇനി ഇത് പക്ക ബ്ലാക്ക്. സോ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കളർ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഇനി എൻജിൻ കേസ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ സെയിം എൻജിനാണ് വരുന്നത്. Z സീരീസ് എൻജിൻ 3 സിലിണ്ടർ. അപ്പം നേരത്തേത് 4 സിലിണ്ടർ ആയിരുന്നു, അത് നോക്കണം. അപ്പം ഇതിൻ്റെ മൈലേജ് ഇതിലൊരു വലിയൊരു ഘടകം തന്നെയാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ, കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്നൊരു കാറാണ് നമ്മുടെ മാരുതിയുടെ ഡിസയർ. അപ്പം ഇതിൻ്റെ മൈലേജ് നമുക്ക് നോക്കാം. മാനുവൽ ട്രാൻസ്മിഷനിൽ മൈലേജ് ഏകദേശം 24.79 ആണ് വരുന്നത്. ഇനി AGS ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നതെങ്കിൽ 25.71 മൈലേജ് വരുന്നുണ്ട്. ഇനി CNG നോക്കുകയാണെങ്കിൽ 33.73 ലിറ്റേഴ്സിൻ്റെ മൈലേജും ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഇതാണ് എൻജിൻ ബേസ് നമ്മൾ നോക്കുമ്പോൾ. മാരുതി ഡിസയറിൻ്റെ വില നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് LXi മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ LXiയുടെ വില വരുന്നത് ഏകദേശം 6,79,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇനി VXi മാനുവൽ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ 7,79,000 റുപ്പീസ് വരുന്നുണ്ട്. VXi AGS 8,24,000 റുപ്പീസ് വരുന്നുണ്ട്. VXi CNG മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ 8,74,000 റുപ്പീസ് വരുന്നുണ്ട്. ZXi മാനുവൽ ട്രാൻസ്മിഷന് 8,89,000 റുപ്പീസ് വരുന്നുണ്ട്. ZXi AJSന് 9,34,000 റുപ്പീസ് വരുന്നുണ്ട്. ഇനി ZXi CNG മാനുവൽ ട്രാൻസ്മിഷന് 9,84,000 റുപ്പീസ് വരുന്നുണ്ട്. ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷന് 9,69,000 റുപ്പീസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ZXi പ്ലസ് AGSനാണെങ്കിൽ 10,14,000 റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ഡിസയറിൻ്റെ എക്സ് ഷോറൂം പ്രൈസസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡിസയറിൻ്റെ റിവ്യൂ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസയർ എടുക്കാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പം എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ താല്പര്യമുണ്ട്. ഈ വീഡിയോനെ പറ്റിയുള്ള ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്കതൊക്കെ ശരിയാക്കി നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.